അപ്പോൾ അതെന്താണെന്നറിയാമോ, അതിനകത്തുള്ളൊരു കാര്യം, ഈ കോൺഗ്രസ്, ഇപ്പോൾ നിങ്ങൾ പേര് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയുടെ പേര് ഞാനും കൂടെ അങ്ങ് പറയാം. ഈ കോൺഗ്രസ്സിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, വ്യക്തത വന്നിട്ടില്ല, ഇരുട്ടിൽ തപ്പുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഡൽഹിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡൽഹിയിൽ മനീഷ് സിസോദിയുടെ കേസ് വന്നപ്പോൾ, അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു? പ്രത്യേകിച്ച് മനീഷ് സിസോദിയുടെ കേസ് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ അത് ഗംഭീരമാണ്, അത് നല്ലതാണ്. എന്നാൽ അതേ ED ഓഫീസിൽ സോണിയാഗാന്ധിയെ വിളിച്ചുകൊണ്ട് പോയാൽ ഞങ്ങൾ രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തും. അതേ ED ഉദ്യോഗസ്ഥർ, അതേ ED ഓഫീസ്. ഞങ്ങൾക്ക് DYFIക്ക് EDയെ സംബന്ധിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. രാജ്യത്ത് ഇപ്പോൾ രാജ്യസഭയിൽ എൻ്റെ തന്നെ ചോദ്യത്തിന് ലഭിച്ച ഉത്തരത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 195 കേസുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർക്കെതിരെ രാജ്യത്തെടുത്തിട്ടുണ്ട്. അതിൽ കൺവിക്ഷൻ റേറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ 195-ൽ 2 എണ്ണമാണ് ആകെ കൺവിക്ഷൻ നടന്നുവെന്ന് പാർലമെൻറ്റ് രേഖയിൽ തന്നെ അവർ സമ്മതിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് വളരെ കൃത്യമായി ഒരുപാട് സന്ദർഭങ്ങളിൽ CBIയെ കൂട്ടിലടച്ച തത്തയെന്ന് സുപ്രീം കോടതി തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും തങ്ങളുടെ രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടിയാണ് BJP ഉപയോഗിക്കുന്നത്. DYFIക്ക് അത് സംബന്ധിച്ചുള്ള പൊതുവായൊരു നിലപാടാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഞാൻ ഏതെങ്കിലും ഒരാളുടെ പിന്തുണ എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞത്, ഈ പറയുന്നൊരു പ്രശ്നത്തെ DYFI നോക്കിക്കാണുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ളതല്ല. DYFI കാണുന്നത് ആസ് എ ഹോൾ. ഇപ്പോൾ 2014 മുതൽ ഇതുവരെ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെതിരെ, അവരുടെ ഇഷ്ടപ്പെട്ടവർക്കെതിരെ, കുടുംബാംഗങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു കേസ് വന്നതായി നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പോട്ടെ, അവർക്കിഷ്ടപ്പെട്ട കോർപ്പറേറ്റുകൾക്കെതിരെ രാജ്യത്തിനകത്തോ പുറത്തോ ഒരു കേസ് വന്നാൽ എങ്ങനെയാണ് ആ അന്വേഷണങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത്, സഹായിക്കുന്നത്? അപ്പോൾ അന്വേഷണ ഏജൻസികളെ അങ്ങനെ ഉപയോഗിക്കേണ്ടതല്ല. അതാണ് ഞങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ടല്ലോ ആ ഉത്തരത്തിലൂടെ. 195 കേസാണ്. ആ കേസിൽ എന്ത് മെരിറ്റ് ഇരിക്കുന്നു? അപ്പോൾ ഇതാണ് പൊതുവിൽ. പക്ഷേ ഈ രസകരമായ കാര്യം, ചില പാർട്ടികളെ സംബന്ധിച്ച് ആ പാർട്ടികൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ആ പാർട്ടികൾക്ക് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ അതിപ്പോൾ എന്നെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതെന്താണെന്നറിയാമോ, അതിനകത്തുള്ളൊരു കാര്യം, ഈ കോൺഗ്രസ്, ഇപ്പോൾ നിങ്ങൾ പേര് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയുടെ പേര് ഞാനും കൂടെ അങ്ങ് പറയാം. ഈ കോൺഗ്രസ്സിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, വ്യക്തത വന്നിട്ടില്ല, ഇരുട്ടിൽ തപ്പുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഡൽഹിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡൽഹിയിൽ മനീഷ് സിസോദിയുടെ കേസ് വന്നപ്പോൾ, അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു? പ്രത്യേകിച്ച് മനീഷ് സിസോദിയുടെ കേസ് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ അത് ഗംഭീരമാണ്, അത് നല്ലതാണ്. എന്നാൽ അതേ ED ഓഫീസിൽ സോണിയാഗാന്ധിയെ വിളിച്ചുകൊണ്ട് പോയാൽ ഞങ്ങൾ രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തും. അതേ ED ഉദ്യോഗസ്ഥർ, അതേ ED ഓഫീസ്. എന്നിട്ട് രസകരമായ കാര്യം, കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു വലിയ പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നത് മുദ്രാവാക്യം മാറിപ്പോകുന്നു. കാരണം കേരളത്തിൽ ഇപ്പോൾ ED ഓഫീസുകളിലേക്ക് മാർച്ചാണ്. ഒരു ദിവസം മാർച്ച് നടത്തുന്നത് ED മൂർദാബാദ്. കാരണം എന്താ? ED ഈ പറയുന്ന പോലെ സോണിയെ അറസ്റ്റ് ചെയ്യുന്ന നാഷണൽ ഹെറാൾഡ് കേസിൽ അവർ രാജ്യവ്യാപക പ്രതിഷേധമായിരുന്നു. എന്നാൽ അതേ പ്രവർത്തകർ തന്നെ അതേ കൊടിയും പിടിച്ച് തൊട്ടടുത്ത ദിവസം പ്രകടനം നടത്തുന്നത് പിണറായി അറസ്റ്റ് ചെയ്യണം, പിണറായിയുടെ കുടുംബക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം, പിണറായിയുടെ വീടിൻ്റെ മുമ്പിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും പിടിച്ചകത്തിടണം. അതാണ് EDയോട് ആവശ്യപ്പെടുന്നത്. ഒരു തവണ EDക്കെതിരെ ഒന്ന് ED ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ച്, ഇത് കോൺഗ്രസിൻ്റെ ചില MLAമാർ കേരളത്തിൽ EDയുടെ ഒക്കച്ചങ്ങാതിമാരായി മാറുന്ന കാഴ്ച, ED ചോർത്തി കൊടുക്കുന്ന വാർത്തകൾ, അല്ലെങ്കിൽ ED ഒരു പൊളിറ്റിക്കൽ ഉപജാപക സംഘത്തിൽ EDയെ കൂട്ടുകയാണ്. ED മാത്രമല്ല, കേന്ദ്ര ഏജൻസികളെ കൂട്ടുകയാണ്. അത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളാണ് ഇവിടെ ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ? അത് കോൺഗ്രസിന് ഇഷ്ടപ്പെടാത്ത സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവരുടെ നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യം ഡൽഹിയിൽ അവരുടെ നിലപാടിൽ വെള്ളം ചേർക്കുന്നു, ഇരുട്ടിൽ തപ്പുന്നു. കേരളത്തിൽ അവർക്ക് BJP അല്ല അവരുടെ പ്രശ്നം. ഇനി BJP എങ്ങാനും വന്നാലും കുഴപ്പമില്ല, BJP 10 സീറ്റിൽ ജയിച്ചാലും കുഴപ്പമില്ല, കേരളത്തിൽ പിണറായി സർക്കാർ പോയി കിട്ടണം, ഇടതുപക്ഷ സർക്കാർ ഒന്ന് തുലഞ്ഞു കിട്ടണം എന്ന് കരുതുന്ന കോൺഗ്രസ് അവിടെ എത്തുമ്പോഴേക്കും ഡൽഹിയിൽ കാണിക്കുന്നത് പോലെ തന്നെ ED അനുകൂല നിലപാടും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നു. എന്താണ് ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ നിലപാട്? ആ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം. തരം പോലെ കളിക്കരുത്.